ഞാനിതൊന്ന് പറയട്ടെ. ഒരു പുരുഷ കമ്മീഷൻ വരുന്നതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പുരുഷന്റെ പുറകിലുള്ളത് ഭാര്യ, അമ്മ, ഇവരൊക്കെ സ്ത്രീകളാണ്. വേശ്യാലയങ്ങൾ ഇവിടെ വന്നു. എന്നാൽ രാഹുൽ ഈശ്വരൻ എന്തുകൊണ്ട് വേശ്യാലയങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നില്ല? സ്ത്രീയെ അടിച്ചമർത്താൻ വേണ്ടി വേശ്യാലയങ്ങൾ വന്ന കാരണം ഒരു ബന്ധവുമില്ലാത്ത കാര്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ശ്രീകണ്ഠൻ നായർ സാറിനോട് ഒരു ബന്ധവുമില്ലാത്ത പാലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി താങ്കൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് പുരുഷ കമ്മീഷൻ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? മാഡം പറയുന്ന പല വിഷയങ്ങളും ഇതുമായിട്ട് അതുകൊണ്ട് പുരുഷ കമ്മീഷൻ വേണ്ടതാണോ? എന്ത് ബന്ധമാണ് സാർ? ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ എന്നതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയോ സ്കോപ്പോ ഇല്ലാത്ത അവസരത്തിൽ ഞാൻ പറയുന്നു ഇതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഇല്ല എന്ന് താങ്കൾ എങ്ങനെയാ പറയുക? രാജ്യസഭയിൽ ബില്ല് വന്നു, ബില്ല് വരുന്നു, അത് പാസ്സായ വാലിഡിറ്റി ആയില്ലേ? വക്കീലേ, കാര്യം താങ്കൾ കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റിയെ കുറിച്ച് പറഞ്ഞു. താങ്കൾ ഇരിക്കുന്ന എന്ത് വാലിഡിറ്റിയില്ല? ഈ ഇരിക്കുന്ന അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് എന്ത് വാലിഡിറ്റി ആയിരിക്കുന്നത്? താങ്കൾ വാദിക്കുന്നത് എന്തിന്റെ ബേസിലാ? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതാണ്. ഇന്ത്യൻ പാർലമെന്റും കേരള നിയമസഭയും ഉണ്ടാക്കിയ നിയമം വെച്ചാൽ താങ്കൾ ഈ വാദിക്കുന്നതല്ല. എന്നിട്ടാണ് താങ്കൾ ഇപ്പോൾ നാളെ പുരുഷ കമ്മീഷൻ വന്നാൽ അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി ഇല്ല എന്ന് പറയും. ബില്ല് അവതരിപ്പിച്ചതാണ്. നിയമസഭ ബില്ല് അവതരിപ്പിച്ചു, രാജ്യസഭ ബില്ല് അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ച ബില്ല് കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി പറയാൻ താങ്കൾ അഡ്വക്കേറ്റ് തന്നെയാണോ? രാജ്യസഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യും. ഇദ്ദേഹം പറഞ്ഞത് മുമ്പത്തെ കോണ്ടെക്സ്റ്റിൽ ശരിയാണ്. പക്ഷേ രാജ്യസഭയിലോ നമ്മുടെ നിയമസഭയിലോ ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ല് വരുന്നതിന് മുമ്പ് പ്രഥമ ദൃഷ്ടിയാ ഇത് കോൺസ്റ്റിറ്റ്യൂഷണലി നിലനിൽക്കുമെന്ന് നോക്കും. ആ ചെക്ക് കഴിഞ്ഞു, ആ പ്രൊസീജിയർ കഴിഞ്ഞു. രാജ്യസഭയിൽ ഓൾറെഡി അവതരിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ നിയമസഭയുടെ പരിഗണനയിലുണ്ട്. ഇത് ഞാൻ പ്രിന്റ് ചെയ്തതല്ല, ഇത് നിയമസഭാ സെക്രട്ടേറിയറ്റ് അവരുടെ ചെലവിൽ പ്രിന്റ് ചെയ്ത് 140 MLA-മാർക്കും കൊടുത്തതാണ്. ഈ സ്ത്രീ വിരോധികളെന്ന് വിളിക്കുമോ എന്ന് പേടിച്ച് നമ്മുടെ MLA-മാർ അവതരിപ്പിക്കാതിരിക്കുന്നതാണ്. ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്തത്. ആദ്യ ഘട്ടം കഴിഞ്ഞു. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്ന ചോദ്യം വാലിഡ് ആണ്. അദ്ദേഹം എതിർക്കാൻ വേണ്ടി എതിർക്കുകയാണ്. നാളെ അദ്ദേഹത്തിനെതിരെ കേസ് വന്നാലും പുരുഷ കമ്മീഷനെ കാണും. കോടതിയിൽ കേസ് നടത്താനേ പോകുക. എല്ലാവർക്കും അതിനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവണമെന്നില്ല. കാരണം മാനനഷ്ടം എന്ന് പറയുന്നത് സൂയിസൈഡിന്റെ ഒരു പ്രധാന റിസ്ക് തന്നെയാണ്. അപ്പൊ ഈ ചാനലിൽ വന്നാലും പത്രത്തിൽ വന്നാലും യൂട്യൂബിൽ വന്നാലും എവിടെ വന്നാലും മാനനഷ്ടം ആർക്ക് വന്നാലും എല്ലാവരും ഒരേപോലെ അതിനെ തരണം ചെയ്യത്തില്ല. ഓരോരുത്തരുടെ വിൽ പവർ അനുസരിച്ചിട്ടേ അതിനെ തരണം ചെയ്യുള്ളൂ. സെമി കോടതികളാണ്, കമ്മീഷനല്ല. പക്ഷെ ആ കമ്മീഷൻ പോലും പുരുഷന്മാർക്ക് ഇപ്പൊ ഇല്ല. ഇപ്പം പോകാൻ ഒരു സ്പേസോ ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസോ ഇല്ല. ദീപക് ഇന്നൊരു പുരുഷ കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ, പുരുഷ കമ്മീഷൻ ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ ദീപകിന് വിളിക്കാൻ ഒരാളെ ഉണ്ടാവുമായിരുന്നു. സുനീർ ആത്മഹത്യയില്ലായിരുന്നു. ഈ 3 ദിവസം മുമ്പ് ഒരാളും കൂടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ ഫാമിലിയുടെ പ്രൊഫഷൻ കിട്ടിയില്ല, അതുകൊണ്ടാണ് പേര് പറയാത്തത്. ഈ ആലപ്പുഴയുള്ള 28 വയസ്സുള്ള പയ്യൻ, അവന് കുട്ടികളെ കാണാൻ ഭാര്യ സമ്മതിക്കുന്നില്ല. ഇവൻ ഫ്രം പില്ലർ ടു പോസ്റ്റ് ഓടിയിട്ടും പറ്റുന്നില്ല. ഇവന് പോയി കണ്ട് ഒരു ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസ് വിളിച്ചു പറയാൻ ഒരാള്, ക്വാസി ജുഡീഷ്യൽ എങ്കിലും ഒരു ബോഡി വന്നാൽ ഒരു അതോറിറ്റി ഫിഗർ ഉണ്ടാവും. പോലീസിൽ വിളിച്ച് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിക്കും. ഈ രീതിയിൽ പോസിറ്റീവ്ലി ഇടപെടാൻ ഒരു കാര്യം സ്പേസ്, ആ സ്പേസിന് വേണ്ടി മാഡം അതിനുവേണ്ടി ഇടപെടാനുള്ള ഒരു സ്പേസ് ആണ്.